നടപടികൾ സർക്കാർ ജീവനക്കാരുടെ മനോവീര്യം തകർക്കുകയും അവരിൽ ആശങ്ക ഉളവാക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശ്രീ വി ജോയ്, ശ്രീ കെ രാജൻ, ശ്രീ പി കെ പ്രവീൺ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം 25/2/2017 സർക്കാർ ഉത്തരവ് നമ്പർ 3 വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെൻറ്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. അതിനാൽ സാർ, ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗൗരവമുള്ളതല്ല. ശ്രീ വി ജോയ്. സ്പീക്കർ സാർ, ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം സംജാതമായ സാഹചര്യത്തിലാണ് ഈ അടിയന്തര പ്രമേയം നൽകുന്നത്. കേരളത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമായി ഏതാണ്ട് 5,20,000 പേർ ജോലി ചെയ്യുകയാണ്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റപ്പെടുകയാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവർ, ക്യാൻസർ പോലുള്ള രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, വനിതകൾ, ക്ലാസ് 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ പോലും ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വേണ്ടപ്പെട്ടവർക്ക്, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, ഭരണപരമായ സൗകര്യം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരാവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകുകയാണ്. അത് കുഴപ്പമില്ല. അൻവർ സാദത്തിന് ആ ഭരണമാറ്റത്തിൽ ഗുണമുണ്ടോ? അൻവർ സാദത്തിന് ഗുണമുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ 33 വകുപ്പുകളിലായിട്ട് 207 ഉത്തരവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗവൺമെന്റ് വന്നിട്ട് ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഏതാണ്ട് 1982 പേരെയാണ് മാറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത്. 310 വനിതകളെ മാറ്റി, അപ്പുറത്ത് വനിതാ മന്ത്രിമാരും ബന്ധപ്പെട്ടവരും എല്ലാം ഉണ്ടല്ലോ, 310 വനിതകളെ മാറ്റി നിയമിച്ചിരിക്കുകയാണ്. ദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 38 ക്ലാസ് 4 ജീവനക്കാരെ മാറ്റി നിയമിച്ചിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു, 2017 സ്ഥലം മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡമുണ്ട്. വളരെ സമഗ്രമായിട്ടുള്ള ട്രാൻസ്ഫറിനെ സംബന്ധിച്ചിടത്തോളമുള്ള മാനദണ്ഡമാണ് 2017. അത് വളരെ സുതാര്യമാണ്. അപ്പോൾ സുതാര്യമായും ഓൺലൈൻ വഴിയുമായിട്ടാണ് ട്രാൻസ്ഫറുകൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നു വന്നിരുന്നത്. ആ ഓൺലൈനിൽ നടന്നു വന്നിരുന്ന ട്രാൻസ്ഫറിനെയാണ് ഇപ്പോൾ ഇങ്ങനെ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം എന്നതുകൊണ്ട്, മാറ്റം ഉണ്ടായി എന്നതുകൊണ്ട് എല്ലാം അട്ടിമറിക്കുകയാണ് സാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത തരത്തിലാണ് സാർ ഈ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സാർ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സാർ? ചില കാര്യങ്ങൾ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത്. സാർ, വന്നതിൻ്റെ ആ ഫലം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
NGO അസോസിയേഷന്റെ നേതാക്കന്മാർ ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് കൊടുക്കുകയാണ്. ഇത് എവിടെയെങ്കിലും കേട്ട് കഴിവിട്ടുണ്ടോ സാർ? അത് ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ സാർ? 5-ാം തീയതി ട്രാൻസ്ഫർ ഓർഡർ ഇറക്കുകയാണ്. യഥാർത്ഥത്തിൽ അപ്പോൾ കാവൽ മന്ത്രിസഭയാണ് ഇവിടെ ഉള്ളത്. അതെ, ഞാൻ പറഞ്ഞുതരാം. വിൻസെന്റിന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്പം ഒന്ന് ക്ഷമിച്ചാൽ മതി. വളരെ ശ്രദ്ധിച്ച് ഇരുന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. സർക്കാർ യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരുന്നത് മെയ് 18-നാണ്. പക്ഷേ ഇവിടുത്തെ ട്രാൻസ്ഫർ ഓർഡറുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, സർക്കാർ 18-ന് മുമ്പ് അധികാരമേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ട്രാൻസ്ഫറുകളെല്ലാം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നാണം കെട്ടൊരു പണി യഥാർത്ഥത്തിൽ UDF ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ കാര്യത്തിൽ? നിങ്ങൾ അധികാരമേൽക്കൂ. 18-ാം തീയതി നിങ്ങൾ അധികാരമേറ്റു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മാറ്റും. പക്ഷേ ഇഷ്ടമില്ലാത്തവരെ മാറ്റാൻ പറ്റില്ല. കാരണം ഈ 2017-ലെ ട്രാൻസ്ഫർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭരണപരമെന്നെല്ലാം പറഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ അധികാരമേൽക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ശ്രീ വിൻസെന്റ് പറഞ്ഞല്ലോ, വിൻസെന്റിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. വിൻസെന്റിന്റെ അല്ല, സഭയുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് പറയാം. അതീവ ദുഃഖിതനാണെന്ന് എനിക്കറിയാം അങ്ങ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നടപടിക്രമം വന്നു. അതിൻ്റെ ഡേറ്റ് എന്താണെന്ന് അങ്ങേക്കറിയാമോ? 5/5/2026. 5/5/2026 നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ ട്രാൻസ്ഫർ ഇറക്കി. അതാരാ? അതിന്റെ വിഷയം എന്താ? വിൻസെന്റ്, വിഷയം എന്താ? കേള്. ഈ ട്രാൻസ്ഫറിന്റെ പരാമർശം ഈ ഓർഡറിലുണ്ട്. എന്താണ് പരാമർശം? NGO അസോസിയേഷൻ തിരുവനന്തപുരം സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ 4/5/2026 കത്തിന്റെ അടിസ്ഥാനത്തിൽ 5 ആളുകളെ ട്രാൻസ്ഫർ ചെയ്തു. 5 ആളുകളെ ട്രാൻസ്ഫർ. ഇത് ഉത്തരവാണ്. നിങ്ങള് അതല്ല, ഭരണം മാറിയാൽ എന്തും ചെയ്യോ? അങ്ങനെ പറയാം. ഭരണം മാറിയാൽ എന്തും ചെയ്യോ? അൻവർ സാദത്ത് പറ. നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തും ചെയ്യൂ അൻവർ സാദത്ത്? എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു. കേട്ടാ, ഭരണം മാറി എന്നുള്ളതുണ്ട്. എത്ര ഓർഡറുകളാണ് നിങ്ങൾ ഇവിടെ ഇറക്കിയിരിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ കാണാത്ത നഗ്നമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് നിങ്ങൾ ഈ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, സംഘടനാ നേതാക്കൾ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്താൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സംഘടനാ നേതാക്കന്മാർ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന കാലഘട്ടമായി UDFന്റെ ഭരണം മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, സീറ്റിന് ലേലം വിളിക്കുകയാണ് സാർ. കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സീറ്റിന് ലേലം വിളിക്കുകയാണ്. ഞെരിച്ചു വെച്ച് ലേലം വിളിക്കുകയാണ്. ആ ലേലത്തിന്റെ ഭാഗമായിട്ടാണ് സാർ ഇവിടെ നടക്കുന്നത്. അഴിമതിയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ ട്രാൻസ്ഫർ എല്ലാം ആരെങ്കിലും ഒരാൾ പരിശോധിക്കണമല്ലോ. ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിരന്തരമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ ഇല്ല. ഇവിടെ ഒരു പോലീസുകാരൻ, ഒരു CPO
DCRBയിലെ ഒരു പോലീസുകാരൻ, അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ ജില്ലാ ട്രഷററാണ്. അപ്പോൾ അയാൾ ജില്ലാ ട്രഷറായതുകൊണ്ട് അയാളെ ദ്രോഹിക്കണം. ആദ്യം ഒരു ഓർഡർ ഇറക്കി, അത് ആര്യങ്കോട് സ്റ്റേഷനിലേക്ക് മാറ്റി. DCRBയിൽ നിന്ന് ആര്യങ്കോട് സ്റ്റേഷനിലേക്ക് മാറ്റി. അയാൾ നേരെ എന്ത് ചെയ്തു? അയാൾ നേരെ ട്രൈബ്യൂണലിൽ പോയി ഒരു സ്റ്റേ മേടിച്ചു. ഇന്നലെ വൈകുന്നേരം സിംഗിൾ ഓർഡറിൽ അയാളെ സസ്പെൻഡ് ചെയ്തു. സിംഗിൾ ഓർഡറിൽ സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സാർ കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാം സാർ. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സാർ. താൽക്കാലികമായി ഇരുന്ന ജീവനക്കാരെ എല്ലാവരെയും പിരിച്ചുവിടുകയാണ് സാർ. 10-15 വർഷമായിട്ട് നിന്ന് താൽക്കാലിക ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടുകയാണ് സാർ. പക്ഷെ നിങ്ങൾ നിയമനം നൽകുന്നുണ്ട്. നിങ്ങൾ നിയമനം നൽകുന്നുണ്ട്. നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ് നിങ്ങൾ. ഇതെന്ത് നാടാണിത്? ഇവിടെ എന്തെല്ലാം കോലാഹലം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ബന്ധു നിയമനം നടത്തുകയാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ വഴിയാധാരമായി തെക്കും വടക്കും അടിച്ച് ബന്ധുക്കൾക്ക് നേരെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ബന്ധു നിയമനം നടക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. ഞാൻ എന്റെ സബ്മിഷൻ അവസാനിപ്പിക്കുകയാണ്. സാർ, വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനത് പറയുന്നില്ല. ഞങ്ങൾ അധികാരത്തിലേറിയാൽ ആദ്യം ഒപ്പിടുന്നത് 21,000 രൂപ ആശമാർക്ക് കൊടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. പക്ഷെ എന്തായി? അവരെ പറ്റിച്ചില്ലേ? മുനമ്പം വിഷയം ഞങ്ങൾ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചില്ലേ? പ്രതിപക്ഷത്തിരുന്ന എന്തും പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ ഈ കേരളീയ സമൂഹത്തോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ളത് മാത്രം സൂചിപ്പിച്ച്, ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ അഴിമതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ച് ഈ വിഷയങ്ങൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാറേ, സാധാരണ നിലയ്ക്ക് സർക്കാർ സർവീസിൽ റിട്ടയർമെന്റ് സംഭവിക്കും. സെക്രട്ടേറിയറ്റിൽ സ്ഥിതി എടുത്താൽ ഫെബ്രുവരി മുതൽ മെയ് വരെ 52 റിട്ടയർമെന്റ്